ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഫ്യൂഷൻ, ഹാർമോമില, സോപാന പതക്കച്ചേരി തുടങ്ങി തിമിലയിൽ പുതിയ താളവിസ്മയങ്ങൾ തീർക്കുകയാണ് ഒറ്റപ്പാലം ഹരി എന്ന കലാകാരൻ. പുതുകാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിലാണ് അമ്പലപ്പാറ ചുനങ്ങാട് നെല്ലമ്പാനി പിഷാരത്തിൽ 40-കാരനായ ഹരി താളമേളങ്ങളുടെ വിസ്മയ പരീക്ഷണങ്ങൾ നടത്തുന്നത്. തിമിലയിലെ പേരെടുത്ത കലാകാരൻ മാത്രമല്ല ഒറ്റപ്പാലം ഹരി. തിമിലയുടെ പാരമ്പര്യത്തെ അതുപോലെ നിലനിർത്തി അതിനെ നവീകരിക്കുന്നതിലെ താളം കൂടി കണ്ടെത്തിയ ആളാണ്. പഞ്ചവാദ്യത്തിന് പുറമെ സോപാന പതക്കച്ചേരി, തിമില തായമ്പക, ഫ്യൂഷൻ, ഹാർമോമില എന്നിങ്ങനെ ഹരി തോളിലേറ്റിയ തിമിലയും ആ കൈകളും പല താളവിസ്മയവും തീർത്തിട്ടുണ്ട്. രണ്ടുപേർ ചേർന്ന സോപാനം പാടുന്നതിനൊപ്പം തിമില, മദ്ദളം, ഇടയ്ക്ക എന്നിവ പക്കവാദ്യമായി അവതരിപ്പിക്കുമ്പോഴാണ് സോപാന പതക്കച്ചേരി പിറവിയെടുക്കുന്നത്. ചെണ്ടയിലെ തായമ്പകയ്ക്ക് പുറമെ തിമില കൊണ്ട് തായമ്പക കൊട്ടുക, അതായിരുന്നു അടുത്ത പരീക്ഷണം. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി ചിട്ടപ്പെടുത്തി കോങ്ങാട് മോഹനനും ഹരിയും ചേർന്നാണ് ഒരു പതിറ്റാണ്ട് മുൻപ് തായമ്പകയ്ക്ക് തിമിലയുടെ താളം പകർന്നത്. പശ്ചാത്യ സംഗീതോപകരണങ്ങളും ക്ഷേത്രവാദ്യോപകരണങ്ങളും ചേർന്ന് ഫ്യൂഷൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരറ്റത്ത് തിമിലയുമായി ഹരിയുമുണ്ടായിരുന്നു. ത്രികായ എന്ന ബാൻഡിൽ തിമിലയ്ക്ക് പുറമെ കീബോർഡും ചെണ്ടയും തബലയും മദ്ദളവും ഗിറ്റാറും വയലിനും ഡ്രമ്മും ചേർന്നതോടെ പുതിയ കാലത്തിന് ആവേശത്തിന്റെ താളം പകർന്നു. പ്രകാശ് ഉള്ളേരിയുടെ ഹാർമോണിയത്തിനൊപ്പം തന്റെ തിമിലയുടെ കൊട്ടും കൂടി ചേർന്നപ്പോൾ ഹാർമോമില എന്ന മറ്റൊരു വാദ്യ സംയോജനവും പിറവികൊണ്ടു. അങ്ങനെ താളവാദ്യത്തെ പല തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം ഹരി എന്ന കലാകാരന്റെ വളർച്ചയുണ്ടായത്. 10ാം വയസ്സിലായിരുന്നു ഒറ്റപ്പാലം ഹരിയുടെ അരങ്ങേറ്റം. 1997 മായന്നൂർ രാജുവിന് കീഴിൽ ചെണ്ടയും സ്വായത്തമാക്കി. പഠനത്തിനൊപ്പം ഉത്സവങ്ങൾക്ക് കൊട്ടാനും പോയി തുടങ്ങി. 18ാം വയസ്സ് മുതൽ കഴിഞ്ഞ വർഷം വരെ തുടർച്ചയായി 2 പതിറ്റാണ്ടുകാലം തൃശൂർ പൂരത്തിലെ തിരുവമ്പാടി മഠത്തിൽ വരവിൽ കൊട്ടാനാകും വിധമായിരുന്നു ഹരിയുടെ സ്ഥാനമുറപ്പിക്കൽ. തിമില ചെണ്ട കലാകാരനാണ്. ഏകദേശം 25 വർഷത്തോളമായി തിമിലയും ചെണ്ടയും പ്രവർത്തിച്ചു വരുന്നു. തിമിലയിൽ ചുനങ്ങാട് മോഹനും ചെണ്ടയിൽ മായന്നൂർ രാജുവുമാണ് ഗുരുനാഥന്മാർ. തിമിലയിൽ പഞ്ചവാദ്യം ഒരു 30 വർഷത്തോളമായി അവതരിപ്പിക്കുന്നത്. അതിന് പുറമെ തിമില തായമ്പക, അതായത് ചെണ്ടയിൽ കൊട്ടുന്ന തായമ്പക തിമിലയിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്യൂഷൻ, വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസും നമ്മുടെ കേരളീയ ക്ഷേത്രവാദ്യകലകളും കൂടി സംയോജിച്ചുകൊണ്ട് ഒരു ഫ്യൂഷൻ അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിലാണ്. അതിൽ തിമില അവതരിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈയിടെ പ്രകാശ് ഉള്ളേരിയുമായിട്ട് ഹാർമോണിയം തിമിലയും കൂടി ഒരു പുതിയൊരു പരീക്ഷണം നടത്തി. അങ്ങനെ ഈ കല തുടർന്നു വരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.